ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആൻഡ് ചെക്ക് യുവർ റിസൾട്ട്സ്. ഇവിടെ നമ്മൾ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3x = 2x + 18. ഇനി നമുക്ക് എക്സ് ടേംസ് എല്ലാം LHSലോട്ട് എഴുതാം. 3x, ഈ 2x LHSലോട്ട് വരുമ്പോൾ -2x ആവും, =18. 3x - 2x is x = 18. ഇനി നമുക്ക് x = 18 എന്ന വാല്യൂ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3x = 2x + 18. 3 × 18 = 2 × 18 + 18. 18 × 3 = 8 3s are 24. 4 here, 2 up. 1 3s are 3. 3 + 2 is 5. ഇവിടെ നമുക്ക് LHSൽ 54 എന്ന് കിട്ടിയിട്ടുണ്ട്. RHS സോൾവ് ചെയ്യാം. 2 × 18 is 36 + 18. 36 + 18. 6 + 8 is 14. 4 here, 1 up. 1 + 3 is 4. 4 + 1 is 5. 54. അപ്പോൾ നമുക്ക് RHSലും LHSലും 54 എന്ന് കിട്ടി. LHS = RHS, hence verified. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5t - 3 = 3t - 5. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് എഴുതാം. 5t, 3t LHSലോട്ട് വരുമ്പോൾ -3t ആയി മാറും, =-5. ഈ -3 ഇങ്ങോട്ട് വരുമ്പോൾ +3 ആയി മാറും. ഇനി 5t - 3t. 5 - 3 is 2. 2t = -5 + 3 is -2. t = -2/2. 2ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് -1 എന്ന ആൻസർ കിട്ടും. ഇനി ഈ -1 നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5t - 3 = 3t - 5. 5 × -1 - 3 = 3 × -1 - 5. 5 × -1 is -5 - 3 = 3 × -1 is -3 - 5. -5 - 3 is -8, =-3 - 5 also -8. LHS = RHS, hence verified. മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം നമുക്ക്. 5x + 9 = 5 + 3x. വേരിയബിൾസ് ഉള്ള ടേമെല്ലാം LHSലോട്ട് കൊണ്ടുവരാം. 5x, 3x ഇങ്ങോട്ട് വരുമ്പോൾ -3x ആവും, =5. 9 RHSലോട്ട് പോകുമ്പോൾ -9 ആയി മാറും. 5x - 3x is 2x, =5 - 9 is -4. x = -4/2. 4ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. 4ൽ 2 2 times, 2ൽ 2 1 time. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ x = -2 എന്നാണ്. അതിനി നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5x + 9 = 5 + 3x. 5 × -2 + 9 = 5 + 3 × -2. 5 × -2 is -10 + 9 = 5 + 3 × -2 is -6. -10 + 9 is -1, =5 + -6 is -1. LHS = RHS, hence verified. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4z + 3 = 6 + 2z. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSലോട്ട് എഴുതാം. 4z - 2
സെഡ് ഈക്വൽസ് ടു 6. ഈ 3 RHSലോട്ട് വരുമ്പോൾ -3 ആയി മാറും. 4z minus 2z is 2z equals to 3. z equals to 3/2. ഇനി നമുക്ക് zൻ്റെ ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4z plus 3 equals to 6 plus 2z. 4 into 3/2 plus 3 equals to 6 plus 2 into 3/2. ഇവിടെ നമുക്ക് 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. 4ൽ 2 2 times, 2ൽ 2 1 time. ഇവിടെ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവുന്നു. അപ്പോൾ 2 into 3 is 6 plus 3 equals to 6 plus 3. 9 equals to 9. LHS equals to RHS. Hence verified. അടുത്തത് നോക്കാം നമുക്ക്. 2x minus 1 equals to 14 minus x. x ടൈംസ് എല്ലാം LHSലോട്ട് എഴുതാം. 2x minus x plus x ആയി മാറും. ഈക്വൽസ് ടു 14 minus 1 plus 1 ആയി മാറും. അപ്പോൾ 2x plus x equals to 3x equals to 14 plus 1 is 15. x equals to 15/3. നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 15ൽ 3 5 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ x ഈക്വൽസ് ടു 5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x minus 1 equals to 14 minus x. 2 into xന് പകരം 5 എഴുതാം. -1 equals to 14 minus 5. 2 into 5 is 10. 10 minus 1 equals to 14 minus 5 is 9. 10 minus 1 is 9. 9 equals to 9. നമ്മുടെ LHSഉം RHSഉം ഈക്വൽ ആയി കിട്ടി. അപ്പോൾ ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. 8x plus 4 equals to 3 into x minus 1 plus 7. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 8x plus 4 equals to 3 into x is 3x. 3 into minus 1 is -3 plus 7. 8x plus 4 equals to 3x minus 3 plus 7 is plus 4. ഇനി നമുക്ക് x ടൈംസ് എല്ലാം LHSലോട്ട് എഴുതാം. 8x minus 3x equals to 4. ഈ പ്ലസ് 4 RHSലോട്ട് പോകുമ്പോൾ -4 ആയി മാറും. 8x minus 3x is 5x equals to 4 minus 4 is 0. So x equals to 0. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8x plus 4 equals to 3 into x minus 1 plus 7. 8 into 0 plus 4 equals to 3 into 0 minus 1 plus 7. ഇവിടെ നമ്മൾ എക്സിൻ്റെ പ്ലേസിലെല്ലാം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 8 into 0 is 0 plus 4 equals to, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 3 into 0 is 0 minus 3 into 1 is 3 plus 7. 0 plus 4 is 4 equals to -3 plus 7. 4 equals to -3 plus 7 is 4. അപ്പോൾ നമ്മുടെ LHS equals to RHS. Hence verified. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ 6 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ എക്സസൈസിലെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീഡിയോസിനെ കുറിച്ച് എല്ലാവരുടെ അടുത്തും പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.